ഗുഡ് ഈവനിങ് കോൺഫിഡൻറ്റ് വിമൻ. എല്ലാവർക്കും സ്വാഗതം. ഡേ 2 ആണ് നമ്മുടെ ട്രോമ ഫ്രീ വിമന്റെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതെന്റെ മെന്റർ ആണ് മിതേഷ് ഖത്രി. മോട്ടിവേഷൻ സ്പീക്കറാണ്, ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്, ലീഡർഷിപ്പ് ട്രെയിനറാണ്, ബെസ്റ്റ് സെല്ലിംഗ് ഓഥറാണ്. അപ്പോൾ സാറിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഹോപ്പ് നോപ്നോവും ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ ഹീസ് മൈ മെന്റർ ആൻഡ് ഐ ട്രൂലി ഫോളോ ഹിം. ഓക്കെ, ഇനി എന്നെ പറ്റി പറയാം. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, സർട്ടിഫൈഡ് ഹോപ്പ് നോപ്നോ ഹീലറാണ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണർ ആണ്, NLP പ്രാക്ടീഷണർ കൂടെയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഹോപ്പ് നോപ്നോ ചാൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇന്നലെ ഹോപ്പ് നോപ്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം തന്നെ തുടങ്ങുന്നത് ഹോപ്പ് നോപ്നോ ചാൻറ്റിങ് ആണ്. റെഡിയല്ലേ എല്ലാവരും? എല്ലാവരും കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക, നെഞ്ചിൽ കൈ വയ്ക്കുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. ചാൻറ്റ് I'm ചെയ്തോളൂ. sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you.
I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. എല്ലാവരും കണ്ണു തുറന്നോളൂ. വീഡിയോ ഓഫ് ചെയ്തവര് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി? റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് തന്നെ. ഇനി നമ്മൾ കണ്ണടച്ചാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന ഓരോ സമയത്തും നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ തുറക്കാൻ പാടില്ല. കണ്ണുകൾ അടച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണോ അത് പുറത്ത് സംസാരിക്കണം. അതായത് പുറത്ത് നമ്മളിപ്പം ഐ എം സോറി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. നമ്മളത് ലൗഡ്ലി പറയണം, പുറത്ത് പറയണം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് പറയണം. പിന്നെ നമ്മൾക്ക് ഇമോഷൻസ് എന്തെങ്കിലും ആയാലും, എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും നമ്മളത് സപ്രസ് ചെയ്ത് വെക്കരുത്. നമ്മളത് ഉള്ളിൽ അടക്കി വെക്കരുത്. അതുപോലെ തന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തെടുത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് കൂടെ തന്നേക്കൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമ്മൾ ചാറ്റിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഏരിയയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം നമ്മുടെ മേഖലകൾ 4 ഉണ്ട്. 4 ഏരിയാസ് ഓഫ് ലൈഫാണ്. ഒന്ന് ഹെൽത്ത്, ഒന്ന് റിലേഷൻഷിപ്പ്, ഒന്ന് കരിയർ, ഒന്ന് മണി. ഈ 4 ഏരിയാസും നമ്മൾ ഇന്ന് വർക്ക് ചെയ്യും. അതിനകത്ത് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് ഏരിയ ആണ്. ഈ ഹെൽത്ത് ഏരിയയിൽ എന്താണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്? ഇപ്പോൾ കറന്റ്ലി എന്താണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്തിലാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? അതായത് ഓവർ വെയിറ്റ് ആണോ, അതോ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയാണോ, അതോ ശരീരത്തിന് പ്രഷർ, മീൻസ് അങ്ങനെ കുറെ അസുഖങ്ങൾ ഉണ്ടാവും, അത് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അത് എന്തൊക്കെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഏതൊക്കെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന മേഖല? ഷോൾഡർ പെയിൻ, ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ ഇഷ്യൂസ് നമ്മൾ തലവേദന അല്ലെ, ഇത് നമ്മൾക്ക് ഇനി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഇതിനോടനുബന്ധിച്ച്, അതായത് ഇപ്പൊ തലവേദന, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷനെ ബേസ് ചെയ്ത്, അതായത് ഭയങ്കര ടെൻഷൻ വരുമ്പോഴാണ് തലവേദന എടുക്കുന്നത്, സ്ട്രെസ് വരുമ്പോഴാണ് തലവേദന എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ നെഗറ്റീവ് ഇമോഷൻസ് ഇതിനോടനുബന്ധിച്ചിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ് വരണ സമയത്തായിരിക്കും നമുക്ക് ഒട്ടും വയ്യാണ്ടായി പോകുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ പേടി വരുമ്പോ, അതായത് ഇതിനോടനുബന്ധിച്ച് കുറെ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് തോന്നുന്നുണ്ടാവും. അതെന്തൊക്കെയാണ്? അതും ഒന്ന് ചാറ്റിലിടാം. പേടിയുണ്ട് അല്ലെ? പിന്നെ ടെൻഷൻ ഉണ്ടോ? സ്ട്രെസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ സ്ട്രെസ്, ഈ പറഞ്ഞ ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയുണ്ട്? ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് അളന്നു നോക്കാം. എങ്ങനെയാ നമ്മളത് അളന്നു നോക്കുക? അതായത് നമുക്കിപ്പോ ഒരു മാർക്ക് ഇടുവാണെങ്കിൽ 0 to 10 വരെ, അതായത് 0 ഓൺ ദ ലിസ്റ്റ്, ഏറ്റവും കുറവ് 0യും 10 ഏറ്റവും കൂടുതൽ, ഏറ്റവും ടോപ്പിലാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് എത്ര മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ഈ പെയിൻ, ഈ ബോഡി പെയിൻ? ഇപ്പൊ നമ്മൾ പെയിൻ പറഞ്ഞില്ലേ, ഈ പെയിനിന് നമുക്ക് എത്ര മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും? 7. ഓക്കെ. ഇമോഷൻസ് നമ്മളിപ്പോ എത്ര കാലമായി നമുക്കിത് തുടങ്ങിയിട്ട്? അതായത് ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര കാലമായി നമ്മളിത് അനുഭവിക്കുന്നു? എത്ര വർഷമായിട്ടുണ്ടോ, അതോ മാസങ്ങളായിട്ടാണോ, അതോ ആഴ്ചകളായിട്ടാണോ, അതോ ദിവസങ്ങളെ ആയുള്ളൂ? എത്രയായിട്ടുണ്ടാവും?
കാതറിൻ, നമ്മൾ ഇപ്പൊ പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഹെൽത്ത് റിലേറ്റഡ്. അപ്പൊ ഹെൽത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചത്. എന്നുള്ളത് പറയാൻ പറ്റുമോ? അപ്പം എത്ര നാളായി നമ്മളത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? അതിന് അങ്ങനെ നമുക്കത് പറയാൻ പറ്റുമോ എത്ര നാളായി എന്നുള്ളത്? ഇല്ല. ഇല്ല ഇൻ ദ സെൻസ്, അത് അതെ ഓർമ്മയില്ല എന്നാണോ, അതോ കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമായിട്ട് തലവേദന ഉണ്ട്? ഈ പേടിയുണ്ട്, തലവേദനയുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട്. അത് എത്ര നമുക്ക് അളക്കാൻ പറ്റുമോ? നമുക്കൊരു ഒരു മാർക്ക് ഇടുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീലിംഗ് തുടങ്ങാം. ഓക്കെ, കണ്ണുകൾ അടയ്ക്കുക കേട്ടോ. കണ്ണുകൾ അടയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. എൻ്റെ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയാം. എൻ്റെ വോയിസും മ്യൂസിക്കും ഒരേപോലെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയാം. എൻ്റെ വോയിസും മ്യൂസിക്കും ഒരേപോലെ തംസപ്പ് തരാ. എൻ്റെ വോയിസും എൻ്റെ ഈ മ്യൂസിക്കും ഒരേപോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരാമോ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഒരേപോലെ കേൾക്കുന്നുണ്ടോ രണ്ടും? സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക, ബോഡി റിലാക്സ് ചെയ്യുക. ഞാൻ പറയുന്നത് ഏറ്റു പറയുക. പുറത്ത് പറയുക കേട്ടോ. ഞാൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്കുള്ള വേദനകൾ, മടി, ക്ഷീണം, തലവേദന, പേടി ഞാനാണ് ഉണ്ടാകുന്നത്. 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. പണ്ട് മുതലേ ആരോഗ്യകാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചു, സംഭവിക്കുന്നുണ്ടോ, ഇനി സംഭവിക്കാൻ പോകുന്നുണ്ടോ, എല്ലാത്തിൻ്റെയും 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് സോറി. വേദനകൾ ഉണ്ടാക്കുന്നതിന് പലപ്പോഴും വരുന്ന മടി എന്റെ ശരീരം സംരക്ഷിക്കാതിരുന്നു.
തിരിച്ചറിയാതിരുന്നു. Please forgive me. എന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയ്ക്ക് ബുദ്ധിമുട്ടുന്നു. Please forgive me. എന്റെ ശരീരത്തിൽ ഞാൻ ഒരുമിച്ച് വെച്ച, ഞാൻ ഒരുക്കി വെച്ച, ഞാൻ വിടാതെ വെച്ച എല്ലാ വേദനകളും Please forgive me. എനിക്ക് ഈ വേദനകൾ ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്, ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വേദനകൾ ഉണ്ടാക്കുന്ന ഞാൻ ഒരുപാട് ഫീലിംഗ്സ്, പേടി, സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ഞാൻ പിടിച്ചു വെച്ചു. ഇതൊക്കെ എനിക്ക് ഹീൽ ചെയ്ത് കളയാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേദനകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പിടിച്ചു വെച്ച, ഞാൻ സ്വരുക്കൂട്ടി വെച്ച ഫീലിങ്സിനെ കുറിച്ചാണ്. ഈ വേദനകളും എല്ലാം എൻ്റെ ഫീലിങ്സിൽ നിന്ന് മാത്രമാണ്, എൻ്റെ സ്ട്രെസ്സിൽ നിന്നും, എൻ്റെ പേടിയിൽ നിന്നും, എൻ്റെ കുറ്റബോധത്തിൽ നിന്നും, എൻ്റെ നാണക്കേടിൽ നിന്നും, എൻ്റെ വിഷമത്തിൽ നിന്നും, ഒറ്റപ്പെടലിൽ നിന്നും എല്ലാം ഞാൻ ഉണ്ടാക്കിയ വേദനകൾ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ വേദനകളുടെ ഇരയല്ല ഞാൻ. ഈ വേദനകൾ, ഈ ഇമോഷൻ, ഇതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്നെ പഠിപ്പിച്ചതിന്, എന്നെ ഹീൽ ചെയ്യുന്നതിന് എന്നെ പഠിപ്പിച്ചതിന്, എന്നെ ഹീൽ ചെയ്തതിന് ഐ ലവ് യു. എന്റെ ശാരീരികവും മാനസികവുമായുള്ള വളർച്ച ഹീൽ ചെയ്യുമ്പോൾ വളരുന്നുണ്ട്. അത് ഞാൻ തിരിച്ചറിയുന്നു. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഞാൻ ഉണ്ടാക്കുന്ന ഈ പേടി, എൻ്റെ സ്ട്രെസ്, ഇതെല്ലാം ഒരിക്കലും ആരോഗ്യമായി ബന്ധപ്പെട്ടതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ സ്ട്രെസ്സിന്, ഈ ടെൻഷനും, ഈ പേടിയും ഒക്കെ എൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഇമോഷൻസ് അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ ശീലമാണ്. അതൊരിക്കലും ഒരു മേഖലയുമായി ബന്ധമില്ല. ഇമോഷൻസ് ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ പൂർണ്ണമായും കളയാനും എന്നെ കൊണ്ട് സാധിക്കും. കാരണം ഞാനാണ് ഈ ഇമോഷൻസ് ഉണ്ടാക്കിയത്. എനിക്കതിനെ
ഈസിയായി കളയാൻ സാധിക്കും. അതിനുള്ള പവർ എനിക്കുണ്ട്. ഐ ലവ് യു. എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം എനിക്ക് അത്ര പവറാണുള്ളത്. എനിക്ക് എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഈ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഞാനാണ് ഫീലിങ്സ് ഉണ്ടാക്കിയത്. ഐ ലവ് യു. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. കൈകൾ നെഞ്ചിൽ നിന്ന് എടുക്കുക. കൈകൾ റബ്ബ് ചെയ്യുക. ശരിക്കും ഫാസ്റ്റായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് ഫാസ്റ്റ്ലി റബ്ബ് ചെയ്യുക. ഫാസ്റ്റ്ലി റബ്ബ് ചെയ്യുക. മുഖത്ത് ഓക്കെ. കണ്ണുകൾ തുറന്നോളൂ. ഓക്കെ. എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്ത് തോന്നുന്നു? ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഹെൽത്ത് റിലേറ്റഡ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ബന്ധങ്ങളിൽ ചെയ്യണം. അതായത് ബന്ധങ്ങളിൽ നമ്മൾ ഈ സെയിം ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? അതായത് ഏത് ബന്ധത്തിലാണ്? അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണോ, അതോ ബാക്കി വേറെ ഏതെങ്കിലും പാരന്റ്സ് ആയിട്ടുള്ള ബന്ധത്തിലാണോ, ഇൻലോസ് ആയിട്ടുള്ള ബന്ധത്തിലാണോ? ഏത് ബന്ധത്തിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമുക്ക് പുതിയ സംസാരിക്കാനായിട്ട്, അതായത് പുതിയ ആൾക്കാരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഉള്ള ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പുതിയ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചുറ്റുപരിസരത്തുള്ള ആൾക്കാരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളിൽ നമ്മൾ, അതായത് ഇപ്പൊ നമുക്കൊരു പുതിയ ഒരാളോട് സംസാരിക്കാനുള്ള ചിലപ്പം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് തരം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അതൊന്ന് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടേക്കണം. ാണ് സ്റ്റക്ക് ആവുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത്, നമ്മൾ ബുദ്ധിമുട്ടുന്നത് ബന്ധങ്ങൾ, എല്ലാത്തരം ബന്ധങ്ങൾ കേട്ടോ, ഏത് തരം വേണമെങ്കിലും ബന്ധങ്ങൾ എടുക്കാം. ഏത് തരം ബന്ധത്തിലായാലും നമ്മൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലാവാം, പുതിയ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലാവാം, അതോ അല്ലെങ്കിൽ വേറെ മാതാപിതാക്കളോടാവാം, സഹോദരങ്ങളോടാവാം,
ആം, സുഹൃത്തുക്കളോട്, അങ്ങനെ എല്ലാ തരം ബന്ധങ്ങളും വരും. ഏത് തരം, അതായത് നമ്മളിപ്പോ തൊഴിൽ മേഖലയിലാണെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകര്, മേലുദ്യോഗസ്ഥന്മാര്, അങ്ങനെ എല്ലാം, ഏത് തരം ബന്ധങ്ങൾ, അതായത് ഇനിയിപ്പോ പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനാണ്, ഏത് തരം മേഖലയിലാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്, അതൊന്ന് എഴുതിയാല്, അതൊന്ന് എഴുതുവോ പറയുവോ എന്താ വെച്ചാൽ ചെയ്യണം. സിബ്ലിങ്സ്. ഓക്കെ. ഓക്കെ. അവിടെ എന്ത് നെഗറ്റീവ് ഇമോഷൻ ആണ് ഉള്ളതെന്ന് കൂടെ ഒന്ന് പറയാമോ? എന്ത് നെഗറ്റീവ് ഇമോഷൻ ആണ് നമുക്കിപ്പോ അവരോട് തോന്നുന്ന, എന്ത് ഇമോഷൻ ആണ്? ദേഷ്യമാണോ? വെറുപ്പ്, ദേഷ്യം, ഇതുപോലെ വിഷമം, ആം, നിരാശ, ഏതാണ്, ഏതാണ് അവിടെ അവരോട് വരുന്ന, അതായത് നമുക്കിപ്പം തോന്നുന്ന ആ ബന്ധങ്ങളിൽ വരുന്ന നെഗറ്റീവ് ഇമോഷൻ എന്താണ്? വിഷമം. അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടെ ഒന്ന് പറയാമോ? അപ്പൊ എത്ര ഇന്റൻസിറ്റി ഉണ്ട്? അതായത് 0 to 10 വരെ നമ്മൾ നേരത്തെ മാർക്ക് ഇട്ടപ്പോ അതിനെ ഈ ഒരു വിഷമത്തിന് അല്ലെങ്കിൽ ഈ 6 അല്ലേ? ഓക്കെ, 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 ഓക്കെ. അപ്പൊ അത്രയും വരുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നെഞ്ചിൽ കൈ വയ്ക്കുക. ഞാൻ പറയുന്നത് ഏറ്റു പറയാം കേട്ടോ. എൻ്റെ വോയിസും മ്യൂസിക്കും ക്ലിയർ ആണോ എന്നും കൂടെ ഒന്ന് നോക്കണേ. ആണെങ്കിൽ ഒരു തംസ് അപ്പ് തരണം. എൻ്റെ വോയിസും എൻ്റെ മ്യൂസിക്കും ഒരേപോലെ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് രണ്ടും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ തംസ് അപ്പ് തരണം. ഓക്കെ, രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യുവാണ്. കണ്ണുകളടച്ച് നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നത് ഏറ്റു പുറത്ത് പറയുക കേട്ടോ. എൻ്റെ ബന്ധങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഞാനും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നലുണ്ട്. 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. സ്നേഹത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഞാനൊരു ഇരയല്ല, ഞാനാണ് ഈ ഫീലിങ്സ് ഉണ്ടാക്കിയത്. അതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ബന്ധങ്ങളിലുള്ള വിഷമത്തിന്, ടെൻഷൻ, ഒറ്റപ്പെടലിന്, നിരാശയ്ക്ക്, കുറ്റബോധത്തിന് എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനും ഐ ആം സോറി. നിസ്സഹായതയും എല്ലാരിൽ നിന്നും, എന്നിൽ നിന്ന് പോലും
അകന്നതിന് ഐ ആം സോറി. എനിക്ക് പലപ്പോഴും തോന്നുന്ന പേടിയും പിടിച്ചു നിർത്താൻ തന്നെ പലപ്പോഴും പറ്റാതെ വരുന്ന ദേഷ്യത്തിനും ഐ ആം സോറി. പലപ്പോഴും എന്നെ കെട്ടിയിട്ട പോലെ ഞാൻ എന്നെ ചുരുക്കുന്നു, ഞാൻ ഒതുങ്ങുന്നു. മറ്റുള്ളവരുമായി ഞാൻ എന്നെ സ്വയം താരതമ്യം ചെയ്ത് എന്നെ ചെറുതാക്കിയതിന്, എന്നെ ഒറ്റപ്പെടുത്തിയതിന്, എന്റെ വില കുറച്ച് കണ്ടതിന് പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് പലപ്പോഴും തോന്നുന്ന ആ സംരക്ഷണ കുറവിന് ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന തോന്നലിന്, ആ തോന്നൽ ഞാൻ ഉണ്ടാക്കിയതിന് പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ സ്വയം ഉണ്ടാക്കുന്ന ഓരോ ചിന്തകളിൽ നിന്നും ഞാൻ വരുത്തി തീർക്കുന്ന ഓരോ ഫീലിങ്സും, ഓരോ വേദനകൾക്കും പ്ലീസ് ഫോർഗീവ് മീ. എല്ലാ ബന്ധങ്ങളിലുമുള്ള ഞാൻ തന്നെ ഉണ്ടാക്കിയ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഞാനിതാ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന് നന്ദി. താങ്ക് യു. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും മാറ്റി സമാധാനമുണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു. എനിക്ക് മനസ്സിലാക്കാനും എന്നെ മനസ്സിലാക്കുന്നതുമായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ തിരിച്ചറിയുന്നു എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്നവരുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നെ അറിയുന്നവരുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു ആ സ്നേഹത്തിന്റെ വില, ആ സ്നേഹത്തിന്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നു. താങ്ക് യു. എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു. അവരുടെ മുഖം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അവരെനിക്ക് ചെയ്തു തന്ന ഓരോ നല്ല പ്രവർത്തികളും, ഒരു ചിരിയും, ഒരു നല്ല വാക്കും എല്ലാം ഞാൻ ഇപ്പോൾ അറിഞ്ഞു. ഞാൻ തിരിച്ചറിയുന്നു എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്.
അവരുടെ സാന്നിധ്യം, അവരുടെ പ്രസൻസ് ഞാൻ അറിയുന്നു. താങ്ക് യു. എല്ലാത്തിനും ഉപരി ഈ പ്രപഞ്ച ശക്തി എൻ്റെ കൂടെയുണ്ട്. എനിക്ക് എന്തും ഒരുക്കിത്തരാനും എനിക്ക് വേണ്ടത് ചോദിച്ചാൽ ഉടൻ തന്നെ എൻ്റെ അടുത്തേക്ക് എത്തിക്കാനും പ്രപഞ്ചശക്തി തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ സ്നേഹം ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ ചോദിച്ചത് മുഴുവനും നെഗറ്റീവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി എനിക്ക് തന്നത് നെഗറ്റീവ്. എൻ്റെ ചുറ്റിനുമുള്ളവരിലേക്ക് എന്നിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അവരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് എന്നോട് മോശമായി പെരുമാറേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ചിന്തകളെയും ഫീലിങ്സിനെയും വിശ്വാസങ്ങളെയും പ്രവൃത്തികളെയും അടിയും മുടിയും മാറ്റാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഏത് ബന്ധവും സ്നേഹത്തോടെയും സഹകരണത്തോടെയും നിലനിർത്താൻ എനിക്ക് സാധിക്കും. കാരണം എനിക്കതിനുള്ള കഴിവുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ചറിയുന്നു. എന്നിൽ നിന്ന് അകന്നു പോയവര് എൻ്റെ നെഗറ്റീവ് എനർജി മൂലം അകന്നു പോയിട്ടുണ്ട്. ഞാനും അതിനൊരു കാരണക്കാരി തന്നെയല്ലേ? ആ തിരിച്ചറിവ് എനിക്കിപ്പോഴാണ് കിട്ടുന്നത്. ആ തിരിച്ചറിവിന് താങ്ക് യു. നല്ല അടുപ്പത്തോടെ നല്ല മനസ്സോടെ സംസാരിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്നവരെക്കാൾ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. എല്ലാവരും ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ കുറവുകളോടെ എല്ലാം ഞാൻ പൂർണ്ണമായും എന്നെ സ്നേഹിക്കും. സ്നേഹവും വിശ്വാസവും നിലനിർത്തുന്ന എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. വൈകാരികമായി ഇമോഷണലി ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ പവർഫുൾ ആണ്. ഞാൻ കോൺഫിഡൻ്റ് ആണ്. എന്നെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. എല്ലാ ബന്ധങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. എല്ലാവരിലേക്കും ഞാൻ കൊടുത്ത നെഗറ്റീവ് എനർജി ഞാൻ തിരിച്ചറിയുന്നു. ഇന്നു മുതൽ ആ നെഗറ്റീവ് എനർജിനെ പൂർണ്ണമായും കളയാനുള്ള യാത്ര ഞാൻ ആരംഭിക്കുകയാണ്.
എൻ്റെ ജീവിതത്തിലെ എല്ലാ ആളുകളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് എന്നെയും. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക. വാ തുറന്ന് പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയുക. മൂക്കിലൂടെ ശ്വാസം ഒന്നുകൂടെ അകത്തേക്ക് വലിക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക. മൂക്കിലൂടെ ശ്വാസത്തേക്ക് വലിക്കുക. വാ തുറന്ന ശ്വാസം പുറത്തേക്ക് കളയുക. കൈകൾ നെഞ്ചിൽ നിന്ന് എടുക്കുക. റബ്ബ് ചെയ്യുക. ഫാസ്റ്റായിട്ട് റബ്ബ് ചെയ്യുക. മുഖത്തേക്ക് എനർജി ഫീൽ ചെയ്യുക. കണ്ണുകൾ തുറക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഹലോ, വെരി ഗുഡ്. കാതറിൻ, ഫസ്ന എങ്ങനെ ഉണ്ടായിരുന്നു? കാതറിൻ വീഡിയോ ഓൺ ആക്കണ്ട. നെറ്റ് കട്ടാവുമെങ്കിൽ വീഡിയോ ഓൺ ആക്കണ്ട കേട്ടോ. എനിക്കൊന്ന് പറഞ്ഞ് വോയിസ് ഇട്ട മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് ട്ടോ കട്ടായി മനസ്സിലായി പോയത്. മനസ്സിലായി. ഇത് കേട്ടായിരുന്നോ? ഇത് പകുതിക്ക് വെച്ചാ കേട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്തില്ലേ? ചെയ്തു. ഇപ്പൊ എന്ത് തോന്നുന്നു ചെയ്തിട്ട്? ഒരു റിലാക്സേഷൻ, നല്ലൊരു റിലാക്സേഷൻ വന്നു. ഓക്കെ, ഫസ്ന എന്താ തോന്നുന്നത്? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. നല്ല പോസിറ്റീവായ ചിന്തകളായിരുന്നു. പോസിറ്റീവായി അല്ലേ? ഉം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പേടി വിഷമമൊക്കെ എങ്ങനെയുണ്ട്? അതങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങള്? ഉം, ഉം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്ത ഏരിയ ഏതാണ്? കുറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ഏരിയ ഏതാണ്? കരിയർ അല്ലേ? നമ്മള് ഹെൽത്ത് കഴിഞ്ഞു, റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഇനി അടുത്തത് കരിയർ ആണ്. കരിയറിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, അതായത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ കരിയറിൽ ഉണ്ടെങ്കിൽ അതേതാണ്? കരിയർ ഇല്ല. ഓക്കെ, അടുത്ത ആൾക്കാർ. കരിയർ ഇല്ല, കരിയർ പുതിയത് ഉണ്ടാക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പം നമുക്ക് പുതിയ കരിയറിലേക്കുള്ളത്, എനിക്കൊരു കരിയർ വേണം എന്നാണെങ്കിൽ അങ്ങനെ പറയാലോ. കാരണം ആ ഒരു മേഖലയെ നമുക്ക് മസ്റ്റാണ്, നമുക്ക് എന്തായാലും വേണം. കണ്ടെത്തണം. കണ്ടെത്തണം. അതെ അതെ അതെ. അപ്പൊ കണ്ടെത്തണം എന്നുള്ളത് അതൊരു സ്ട്രഗിൾ തന്നെയാണല്ലോ. ബിസിനസ്സിലാണ് ഇപ്പോൾ എനിക്ക് പുതിയ കരിയർ വേണം. ഓക്കെ, ഇപ്പൊ പുതിയ കരിയർ വേണം. ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മള് ഇപ്പം ഇതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്.
ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യണത്, ആ ഫീലിങ്സ് എന്താണ്? അതായത് സംശയമാണോ, അത് ഡൗട്ടൊക്കെ ആണോ, ഇതൊക്കെ എനിക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ആണോ, അത് എങ്ങനെയാണ്, എന്ത് ഫീലാണ് നിങ്ങൾക്ക് വരുന്നത്? സെൽഫ് ഡൗട്ട് ആണോ, നമുക്ക് നമ്മളുടെ കഴിവിലുള്ള ഒരു സംശയത്തിന്റെ പുറത്താണോ, അതോ ടെൻഷൻ ആണോ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട്? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഇപ്പം ബിസിനസ്സിലാണെന്ന് പറഞ്ഞപ്പം ആ ബിസിനസ്സിൽ നിന്ന് മാറാൻ എന്തുകൊണ്ടാണ്, അതായത് അത് മടുത്തിട്ടാണ്, ഡൗട്ട് ഉണ്ട് അല്ലേ? അതായത് എന്നെ കൊണ്ട് കഴിയോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് പറ്റുമോ എന്നൊരു ഡൗട്ടാണ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട്, അതായത് എന്റെ കഴിവില് ഡൗട്ട്സ് ആണ്, എന്നെ കൊണ്ട് ഇതിൽ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമ്മൾ എന്താവും, ടെൻസ്ഡ് ആവും അല്ലേ? ഇനിയിപ്പം ഈ ഡൗട്ടാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഡൗട്ടിന്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, അതായത് അതിന് നമുക്ക് എത്ര മാർക്ക് ഇടാൻ പറ്റും? 0 to 10 വരെ. 0 ഓൺ ദ ലീസ്റ്റും 10 ഓൺ ദ ടോപ്പും ആണ്. 0 ഏറ്റവും കുറവും 10 ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്ക് ഈ ഒരു 8, ഓ ഓക്കെ, അത്രയും ഡൗട്ടാണ് നമുക്ക് നമ്മളെ തന്നെ. ഓക്കെ, 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 ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഹോപ്പ് നപ്ന ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, നേരത്തെ ഇരുന്ന പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ വോയിസും മ്യൂസിക്കും ഒരേപോലെ തന്നെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണം. എൻ്റെ വോയിസും മ്യൂസിക്കും ഒരേപോലെ കേൾക്കുന്നുണ്ടോ? ഒരു തംസപ്പ് തരാ ഉണ്ടെങ്കിൽ. ഓക്കെ, എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, കൈകൾ നെഞ്ചിൽ വെക്കുക. ഞാൻ പറയുന്നത് ഏറ്റു പറയാം. ഓക്കെ, എൻ്റെ വീഡിയോ ഓഫ് ചെയ്യാണ്. ഞാൻ പറയുന്നത് ഏറ്റു പറയാം. എൻ്റെ കരിയറിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എൻ്റെ കരിയറിൽ ഞാൻ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്കും പേടിക്കും മടിക്കും എല്ലാ ഇമോഷൻസും ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എൻ്റെ തൊഴിലിലോ ബിസിനസ്സിലോ ഞാൻ വരുത്തുന്ന എല്ലാ തടസ്സങ്ങൾക്കും, എൻ്റെ തൊഴിലിൽ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും ഞാൻ വയ്ക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കും. എൻ്റെ മുന്നിൽ വന്ന, എന്നിലേക്ക് വന്ന പല അവസരങ്ങളും ഞാൻ കാണാതെ പോയതിനും മനഃപൂർവം തള്ളിക്കളഞ്ഞതിനും ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കും. എൻ്റെ കരിയർ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഞാൻ ചെയ്യാതിരുന്ന എല്ലാ കാര്യങ്ങൾക്കും സോറി. എൻ്റെ കരിയർ ലക്ഷ്യങ്ങൾക്ക് ഞാൻ വ്യക്തത വരുത്തിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇന്നും എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. സോറി.
എൻ്റെ കരിയറിൽ നേടേണ്ടത് വളരെ ബുദ്ധിമുട്ടാണെന്ന്, എൻ്റെ കരിയർ എന്നും ഒരു ബുദ്ധിമുട്ടാണ് വിശ്വസിച്ചതിന്, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിന്, എൻ്റെ കരിയറിനെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അകറ്റി നിർത്തിയതിനും ഐ ആം സോറി. എൻ്റെ കഴിവിനെ സംശയിച്ചതിനും, എന്നെ തന്നെ സംശയിച്ചതിനും ഐ ആം സോറി. എനിക്ക് കരിയറിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചതിനും, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അതുവഴി എൻ്റെ മൂല്യം കുറച്ചതിനും ഐ ആം സോറി. ഏത് കാര്യവും ഒരു സംശയത്തോടെ കാണുന്നത് ശരിയായ പല തീരുമാനങ്ങളും എടുക്കാത്തതിന് കാരണമാണ്. ഐ ആം സോറി. അതുവഴി ഞാൻ ഉണ്ടാക്കിയ നിരാശയ്ക്കും കുറ്റബോധത്തിനും ഐ ആം സോറി. ലക്ഷ്യങ്ങൾ പലപ്പോഴും മാറ്റി മാറ്റി സ്ഥിരതയില്ലാതെയാക്കിയതിന് പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല, ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല, ഒക്കെ ഞാൻ മറന്നുപോയി. പ്ലീസ് ഫോർഗീവ് മീ. കുറ്റബോധവും കൺഫ്യൂഷനും ആത്മവിശ്വാസമില്ലായ്മയും എനിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ വെക്കുന്ന തടസ്സങ്ങൾ മാത്രമാണ്. പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ തൊഴിലിലോ എൻ്റെ ബിസിനസ്സിലോ ഏത് സ്കില്ല്, ഏതറിവാണോ വർദ്ധിപ്പിക്കേണ്ടത് അതിനു വേണ്ടി ശ്രമിക്കാതിരുന്നതിന്, ന്യായങ്ങൾ പറഞ്ഞ് മാറി നിന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ ചെയ്യുന്ന തൊഴിലിനെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും പോയതിന് പ്ലീസ് ഫോർഗീവ് മീ. എനിക്കറിയാം എൻ്റെ ചുറ്റിനും സാഹചര്യങ്ങളുണ്ട്, എൻ്റെ ചുറ്റിനും അവസരങ്ങളുണ്ട്. ഞാൻ വെച്ച തടസ്സങ്ങൾ കൂടെ മാത്രം നോക്കിയത് കൊണ്ടാണ് എനിക്കവയൊന്നും കാണാതിരുന്നത്. എൻ്റെ പേടിയും എന്നിലുള്ള സംശയങ്ങളും എന്നിലുള്ള ആത്മവിശ്വാസക്കുറവും എല്ലാം ഞാൻ വെച്ച തടസ്സങ്ങളാണ്. അതല്ലാതെ എൻ്റെ കഴിവിനെ ഞാൻ സംശയിച്ചത് മൂലം എൻ്റെ കഴിവിനെ ഞാൻ കുറച്ച് കണ്ടതാണ്. അല്ലാതെ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് എന്തും നേടാനുള്ള കഴിവുണ്ട്. അത് ഞാൻ തിരിച്ചറിയുന്നു. താങ്ക് യു. ഇന്നു മുതൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. താങ്ക് യു. എൻ്റെ കരിയർ വിജയകരമാക്കാനും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനും ഞാൻ ഈ നിമിഷം തയ്യാറാകുന്നു.
സ്ട്രോങ്ങും കോൺഫിഡന്റുമാണ്. തിരിച്ചറിവിനും ആ ഓർമ്മപ്പെടുത്തലിനും താങ്ക് യു. എന്റെ കരിയറിൽ വിജയിക്കാനുള്ള പൂർണ്ണ അർഹതയാണ് എനിക്കുള്ളത്. കാരണം എന്റെ കഴിവിലും എന്റെ കപ്പാസിറ്റിയിലും ഞാൻ 100% വിശ്വസിക്കുന്നു. തിരിച്ചറിവ്, ആ ഓർമ്മപ്പെടുത്തലിന് താങ്ക് യു. എനിക്ക് എന്റെ കരിയറിൽ ഞാൻ കൊടുക്കുന്ന സേവനങ്ങൾക്ക് 10 മടങ്ങ് മൂല്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട്. താങ്ക് യു. കരിയർ എനിക്ക് തന്നതിന്, എന്റെ മുന്നിലുള്ള അവസരങ്ങൾ എനിക്ക് തന്നതിന്, എന്റെ മുന്നിൽ അവസരങ്ങളും ആളുകളെയും എത്തിച്ചു തന്നതിന്, എന്റെ കരിയർ നന്നാക്കാനും എന്റെ കരിയർ വിജയത്തിലാക്കാനുള്ള അവസരങ്ങളെയും ആളുകളെയും എനിക്ക് തന്നതിന്, എന്റെ മുന്നിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നത്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. I love you, my dear universe. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വളരെ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. I love you. ഞാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം വളരെ സ്നേഹത്തോടെയും സംതൃപ്തിയോടെയുമാണ് ഞാൻ ചെയ്യുന്നത്. I love you. എൻ്റെ കരിയറിൽ വളരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ ഉപഭോക്താക്കളെയും എല്ലാവരും എൻ്റെ കൂടെ തന്നെ വളരുന്നത് ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. അവരുടെ വളർച്ചയിൽ, എൻ്റെ കൂടെയുള്ളവരുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. അവരുടെ വളർച്ച എന്നെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ട്. ആ പ്രചോദനത്തിൽ നിന്നും ഞാൻ എൻ്റെ കഴിവുകളെ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവുകൾ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല. കാരണം ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് സഹായങ്ങൾ ചെയ്യാനും സഹായങ്ങൾ സ്വീകരിക്കാനും ഇഷ്ടമാണ്. ഊർജതലത്തിൽ എല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക.
മുകളിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക. കൈകൾ നെഞ്ചിൽ നിന്ന് എടുക്കുക. റബ്ബ് ചെയ്യുക. ഫാസ്റ്റായിട്ട് റബ്ബ് ചെയ്യുക. മുഖത്തേക്ക് ആ എനർജി ഫീൽ ചെയ്യുക. കണ്ണുകൾ തുറക്കുക. ഹലോ, എന്താണ് ഫീൽ ചെയ്യുന്നത്? ആർക്കൊക്കെ ഒരു ദീർഘനിശ്വാസം വന്നു ഇത് ചെയ്യുമ്പോ? എനിക്ക് വന്നു മാം. വന്നല്ലേ? വേറെ ആർക്കെങ്കിലും വന്നോ ദീർഘനിശ്വാസം? എനിക്ക് വന്നോ? ഉം. അതിനർത്ഥം നമ്മൾ റിലീസായി പോകുന്നുണ്ടെന്നുള്ളത്. ദീർഘനിശ്വാസം വരിക എന്നുള്ളത് നമ്മളുടെ ഇമോഷൻസ് റിലീസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ത് തോന്നുന്നു? എന്താ ഫീൽ ചെയ്യുന്നത്? പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് ഇൻ ദ സെൻസ്? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു നല്ല മൈൻഡ് വന്നു. നല്ല മൈൻഡ് തോന്നുന്നു. ഒരു കോൺഫിഡൻസ് വരുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ടോ? റിലാക്സ്ഡ് ആയി. റിലാക്സ്ഡ്. എങ്ങനെ ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് പോസിറ്റീവായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഷൈമ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മേഖലയും കൂടെ കടന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നമുക്കിനി ലാസ്റ്റ് നമുക്ക് ഏറ്റവും പ്രധാനം എല്ലാവർക്കും മണി ഏരിയയാണ്. അപ്പൊ മണി ഏരിയയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മള് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് ചാറ്റിൽ ഇടേണ്ട കാര്യം സെയിം അതുപോലെ തന്നെ ഏത് മണി ഏരിയയിൽ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് കടങ്ങളാണോ, ലോണുകൾ, EMI, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് ഏത് കാര്യത്തിലാണ് അത് ഇനി ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് കിട്ടാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. പണം നമ്മളിലേക്ക് എത്താനും നിലനിൽക്കാനും ബുദ്ധിമുട്ടുള്ള എന്തൊക്കെയാണ്? അതായത് ചെലവാണ് കൂടുതൽ, വരവ് കുറവാണ്, ചെലവ് വല്ലാണ്ടുണ്ട്, ഇതൊന്നും പറ്റുന്നില്ല, പണം എന്നിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്ന് തോന്നുന്ന എന്തൊക്കെയാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതെല്ലാം വേഗം ഒന്ന് ചാറ്റിലിടുക, അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറയുക കേട്ടോ. പൈസ കൊടുത്തിട്ട് കിട്ടാ കിട്ടുന്നില്ലയോ? വരവ് കുറവാണ്, ചെലവ് കൂടുതലും. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ പണത്തോട് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്തൊക്കെ ഫീലിങ്സ് ആണ് നമുക്ക് ഈ പണത്തോട് വരുന്നത്? അതും കൂടെ, ആ ഫീലിങ്സും കൂടെ ഒന്ന് എഴുതിയിടുക. എന്തൊക്കെ ഫീലിങ്സ് ആണ്? അതായത് സ്ട്രെസ് വരുന്നുണ്ട്, ടെൻഷൻ, പേടി, വിഷമം, ബ്ലാങ്ക്നെസ്, ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്. എന്തൊക്കെയാണ് വരുന്നത്? കടബാധ്യതയുമുണ്ട്. ഓക്കെ. അപ്പൊ എന്തൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്? ഫീലിങ്സ് എഴുതുക, അതിന്റെ ഇന്റൻസിറ്റിയും കൂടെ എഴുതുക കേട്ടോ. സ്ട്രെസ്, ഹോപ്പ്ലെസ്, ടെൻഷൻ, ഇതിന്റെയൊക്കെ ഇന്റൻസിറ്റി ഒന്ന് എഴുതുക. ലോണ്. ഓക്കെ. അപ്പൊ ഇതിന് വരുന്ന ഇമോഷൻസ് എഴുതുക, ഇമോഷൻസിന്റെ ഇന്റൻസിറ്റിയും എഴുതുക കേട്ടോ. 8. ഓക്കെ. എന്താണ് ലോണിന്റെ ഇമോഷൻ? എന്താണ്? സ്ട്രെസ് ആണോ, ടെൻഷൻ ആണോ, എന്താണ്? എയ്റ്റ് തന്നെ സ്ട്രെസ്സാ. ഓക്കെ.
അപ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, റിലാക്സ്ഡ് ബോഡി റിലാക്സ്ഡ് ആക്കുക, കണ്ണുകൾ അടയ്ക്കുക, നെഞ്ചിൽ കൈ വയ്ക്കുക കേട്ടോ. എൻ്റെ വോയിസും മ്യൂസിക്കും ഒരേപോലെ ക്ലിയർ ആണോ എന്നും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ആണെങ്കിൽ ഒരു തംസപ്പ് തന്നിട്ട് കണ്ണുകൾ അടച്ചു. എൻ്റെ വോയിസും മ്യൂസിക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു തംസപ്പ് വന്നേക്കോ. ഓക്കെ, എൻ്റെ വീഡിയോ ഞാൻ ഓഫ് ചെയ്യുവാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണുകൾ അടച്ചോളൂ. പണത്തോട് എനിക്ക് തോന്നുന്ന എല്ലാ നെഗറ്റീവ് ഫീലിങ്സിനും ഞാൻ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഞാൻ വേസ്റ്റ് ചെയ്ത എല്ലാ പണത്തിനും ഞാൻ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഞാൻ ഇതുവരെ സമ്പാദിക്കാതിരുന്ന പണത്തിനുള്ള 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ആകർഷിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. മറ്റാരോ കാരണമാണ്, മറ്റേതോ സാഹചര്യം കാരണമാണ് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായതെന്ന് വിശ്വസിച്ചതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. പണം സമ്പാദിക്കാനുള്ള ശരിയായ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നതിന് സോറി മൈ ഡിയർ മണി. പണമാണ് എൻ്റെ നെഗറ്റീവ് ഫീലിങ്സിന് കാരണം എന്ന് വിശ്വസിച്ചതിനും സോറി. കാരണം ഞാനാണ് എൻ്റെ നെഗറ്റീവ് ഫീലിങ്സിന് കാരണം, പണമല്ല. പണത്തിന് വേണ്ടി ശരിയായി ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നതിന് പണത്തെ സ്നേഹിക്കാതെ പോയതിന്, ബഹുമാനിക്കാതിരുന്നതിനും ഐ ആം സോറി. പണത്തെ എന്നും പേടിയോടെയും ടെൻഷനോടെയും അകറ്റി നിർത്തിയതിന് ഐ ആം സോറി. പണം ചിലവാക്കാനും പോയാൽ പിന്നെ തിരിച്ചു വരില്ല എന്ന് പേടിച്ച് വെച്ചതിന്, വിഷമിച്ചതിന്, പേടിച്ചതിന്, ടെൻഷൻ അടിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. പണത്തെ വളരാനും ഇരട്ടിപ്പിക്കാനും ചെയ്യേണ്ടതിന് തടസ്സപ്പെടുത്തിയതിന് പ്ലീസ് ഫോർഗീവ് മീ. പണത്തെ വളരാനും ഇരട്ടിപ്പിക്കാനും ചെയ്യേണ്ടതിന് തടസ്സപ്പെടുത്തിയതിന് പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ പണത്തെ കണ്ട രീതി അത് സ്നേഹിക്കാനും ആകർഷിക്കാനും ആയിരുന്നില്ല. പേടിയോടെയും തിരിച്ചു വരില്ല എന്ന സംശയത്തോടെയും ടെൻഷനോടെയും ബുദ്ധിമുട്ടോടോ ആയിരുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, പണത്തോടുള്ള എൻ്റെ നെഗറ്റീവ് ഫീലിങ്സ് നിർത്താതെ പണത്തെ എനിക്ക് ആകർഷിക്കാനും വളർത്താനും
പഠിപ്പിക്കാനും സാധിക്കില്ല. ആ തിരിച്ചറിവിന് താങ്ക് യു. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പഠിച്ചതിന് ഞാൻ കൊടുക്കുന്ന സേവനങ്ങൾക്കുള്ള മൂല്യം എനിക്ക് ചോദിക്കാം. അതിനുള്ള പണം വാങ്ങുന്നതും എനിക്ക് അഭിമാനമാണ്. കാരണം ഞാൻ കൊടുക്കുന്ന മൂല്യം 10 മടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുന്ന പണത്തിനും എനിക്ക് പൂർണ്ണ അർഹതയുണ്ട്. പണത്തോടുള്ള പേടി, ടെൻഷൻ എല്ലാം ഞാൻ കരുതിയതുപോലെ പണത്തോടുള്ളതല്ല. പേടിക്കുക, ടെൻഷൻ അടിക്കുക, സ്ട്രെസ്സിലാവുക എന്നുള്ളതെല്ലാം ഒരു ശീലം മാത്രമാണ്. അത് ഏത് പ്രതിസന്ധിയിലും ഏത് മേഖലയിലും ഇതിലേക്ക് എത്തുന്നുണ്ട്. ഞാനതിൽ അടിമപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികാരങ്ങൾ പണവുമായി യാതൊരു ബന്ധവുമില്ല. ഏത് പ്രതിസന്ധിയിലും എനിക്ക് വരുന്ന വികാരങ്ങൾ മാത്രമാണ്. അതിപ്പോ എൻ്റെ ഒരു ശീലവുമായിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവും എന്നിൽ നിന്നും ഈ വികാരങ്ങളെ ഉറച്ചു മാറ്റാനുള്ള യാത്രയുടെ ആരംഭമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. താങ്ക് യു. പണം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഐ ലവ് യു. ചെറുതോ വലുതോ ആയിക്കോട്ടെ, എൻ്റെ ആവശ്യങ്ങൾ നടത്തിത്തരുന്നതിന് ഐ ലവ് യു. ആദ്യമായി എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും ഞാൻ സ്നേഹിക്കുന്നു. കാരണം ഈ ഇമോഷൻസ് ആണ് എന്നെ പഠിപ്പിച്ചു തന്നത്. ഫീലിങ്സ് എനിക്ക് പണത്തോട് മാത്രമല്ല, അതിൻ്റെ ശീലമായി തന്നെ മാറിയിരിക്കുന്നു. ആ തിരിച്ചറിവ്, ആ ഓർമ്മപ്പെടുത്തൽ ഐ ലവ് യു എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും എനിക്ക് കളയാൻ സാധിക്കും. കാരണം ഞാനാണത് ഉണ്ടാക്കിയത്. എനിക്കല്ലേ അത് കളയാൻ സാധിക്കൂ. എനിക്കത് കളയാനുള്ള പ്രാപ്തിയുണ്ട്. കാരണം ഞാൻ സ്ട്രോങ് ആണ്, കോൺഫിഡൻ്റ് ആണ്. എനിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. ഐ ലവ് യു. എൻ്റെ ശീലമായുള്ള എൻ്റെ എല്ലാ നെഗറ്റീവ് വികാരങ്ങളും എനിക്ക് കളയാൻ, എനിക്ക് പൂർണ്ണമായും കളയാൻ സാധിക്കും. അതിനുള്ള പവർ എനിക്കുണ്ട്. ഐ എം സ്ട്രോങ്, ഐ എം കോൺഫിഡൻറ്റ്. എനിക്ക് നേടാൻ സാധിക്കാത്തത് ഒന്നുമില്ല. ഐ ലവ് യു. Sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry.
Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. Sorry. Please forgive me. Thank you. I love you. Sorry. Please forgive me. Thank you. I love you. കൈകൾ നെഞ്ചിൽ നിന്നെടുക്കുക. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ശ്വാസം ഒന്നുകൂടെ അകത്തേക്ക് വലിക്കുക. വാ തുറന്ന ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന ശ്വാസം പുറത്തേക്ക് കളയാം. For the last time, മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വാ തുറന്ന ശ്വാസം പുറത്തേക്ക് കളയാം. കൈകൾ റബ്ബ് ചെയ്യുക. ഫാസ്റ്റായിട്ട് റബ്ബ് ചെയ്യുക. ഫസ്റ്റ് മുഖത്ത് വയ്ക്കും. ഓക്കെ, മ്യൂട്ട് മാറ്റിയിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ദീർഘനിശ്വാസം വന്നോ? മാം 4 പ്രാവശ്യം വന്നു. 4 പ്രാവശ്യം വന്നു. വെരി ഗുഡ്. ഒന്നല്ല അല്ലേ? അപ്പൊ കുറച്ചധികം റിലീസായി പോകുന്നുണ്ട്. കാരണം കുറച്ച് റിയലൈസേഷൻസ് വരുന്നുണ്ടല്ലോ നമുക്ക്. അതെ അതെ. അപ്പൊ ഈ റിയലൈസേഷനിൽ കുറെ ഫീലിങ്സ്, നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന കുറെ ഫീലിങ്സ് പോകും. ആ ആ ആ ആ. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. എന്ത് തോന്നുന്നു? എന്താ ഫീലാ വരുന്നത് ഇപ്പൊ? ഇപ്പൊ കോൺഫിഡന്റ് വന്നു കോൺഫിഡൻസ് വന്നു. വന്നു വന്നു. വന്നു. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ലേ? അതെ അതെ അല്ലേ? ഇപ്പം നമ്മളെ കാതറിൻ ആണെങ്കിൽ ആദ്യത്തെ ഹെൽത്ത് കംപ്ലീറ്റ്ലി മിസ്സായിട്ടുണ്ട്. അതെ നമുക്ക് മിസ്. സാരമില്ല, നമുക്ക് റെക്കോർഡിംഗ് വഴി കിട്ടും. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഷൈമ എങ്ങനെയുണ്ട്? കോൺഫിഡൻസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നതിനൊക്കെ താങ്ക് യു. ഇനി നാളെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോ ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നാളെ ഫിസിക്കൽ പെയിനിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ പെയിൻ ഉണ്ട്, ആ പെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെ പെയിനിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്? ഇമോഷണലി നമുക്ക് പെയിൻ റിലീസ് ചെയ്യാൻ പറ്റും. അതായത് ഇമോഷൻ റിലീസ് ചെയ്ത് ഇപ്പൊ കോൺഫിഡൻസ് വന്ന പോലെ ഇമോഷണലി അല്ല, ഫിസിക്കൽ പെയിൻ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഇമോഷണലിന്റെ കൂടെ തന്നെ ഫിസിക്കൽ പെയിനും കൂടെ പോയാൽ നല്ലതല്ലേ? അല്ലേ? താങ്ക് യു എന്തിനാണ്? ഓക്കെ, അപ്പം റെഡിയാണോ? നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്, നാളത്തെ ദിവസം നമ്മൾ ഫിസിക്കൽ പെയിൻ ആണ് കളയാൻ പോകുന്നത്. ഫിസിക്കൽ പെയിൻ പ്ലസ് ഇമോഷണൽ പെയിൻ. അതിന്റെ കൂട്ടത്തിൽ ഒരു പുതിയൊരു ടെക്നിക് കൂടി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് പഠിക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം എപ്പോഴൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ്ലി ഇമോഷൻസ് വരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നതാണ് നാളത്തെ ക്ലാസ്. അപ്പൊ ആ ഒരു ടെക്നിക്ക് പഠിക്കുകയും ചെയ്യാം. ഇമോഷണലി ഫിസിക്കലി നിങ്ങൾക്ക് ആ സമയത്ത് റിലീസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ റെഡിയാണോ? നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ? ഷൈമ റെഡിയാണോ? ഫിസിക്കൽ പെയിൻ കളയാനായിട്ട് പുതിയൊരു ടെക്നിക്കും കൂടെ പഠിക്കാം നമുക്ക്. ലാസ്റ്റ് ഡേ ആണ് നമ്മളുടെ, ഫൈനൽ ഡേ ആണ്. അപ്പൊ നമുക്ക് ആ ഫൈനൽ ഡേ നമുക്ക് നല്ലൊരു ഭംഗിയോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലേ?
ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ടൈം കളയുന്നില്ല. അപ്പൊ റെഡി ആയിട്ട് നാളെ വരിക. നാളെ വരില്ല എല്ലാവരും? ഒരു തംസപ്പ് തന്നെ എനിക്ക്. കാരണം ഫിസിക്കൽ പെയിന് നിങ്ങൾക്ക് നേരിട്ട് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ പെയിൻ റിലീസ് നടക്കില്ല. നിങ്ങൾ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ പെയിന് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഫിസിക്കൽ പെയിൻ കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി വീഡിയോ ലൈവായിട്ട് തന്നെ പങ്കെടുക്കുക. കാരണം ലൈവായിട്ട് നിങ്ങളുടെ പെയിൻ റിലീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചിലപ്പം വീഡിയോ ഓൺ ആക്കേണ്ടി വരും. പക്ഷെ വീഡിയോ ഓൺ ആക്കിയാലും ഞാൻ ലൈവിൽ ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ വീഡിയോ ബ്ലർ ചെയ്തിട്ടേ ഞാൻ ഇടുള്ളൂ. നിങ്ങളുടെ വീഡിയോ ഞാൻ കളഞ്ഞിട്ടേ ഞാൻ ഇടുള്ളൂ. അത് പക്ഷെ നമുക്ക് ഇവിടെ അത് ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. വീഡിയോ ലൈവിൽ ഇടുമ്പോഴത്തേക്കും ഒരിക്കലും നിങ്ങളുടെ ഫേസ് ഞാൻ റിവീൽ ചെയ്യില്ല. ഫേസ് ബ്ലർ ചെയ്യോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഞാനൊരു വേറൊരു പിക്ചർ കൊണ്ടുവന്ന് വെക്കുകയോ എന്തെങ്കിലും ചെയ്യുള്ളൂ. നിങ്ങളുടെ ഫേസോ നിങ്ങളുടെ പേരോ മീൻസ് ഫുൾ നെയിമോ അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും റിവീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുക. നമ്മൾ ഇപ്പൊ ലൈവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് പങ്കെടുത്താൽ മാത്രമാണ് നമുക്ക് ആ പെയിൻ, ഫിസിക്കൽ പെയിൻ നമുക്ക് അവിടെ റിമൂവ് ആയി പോകാൻ പറ്റുക, റിലീസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക, വരാതിരിക്കരുത്. കാരണം ഫൈനൽ ഡേ ആണ്. ഇമോഷണൽ അല്ല, ഫിസിക്കൽ പെയിൻ ആണ് കളയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇത് മിസ്സാക്കരുത്. ഓക്കെ, ക്ഷമ ഓക്കെ അല്ലേ? കാതറിൻ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഷൈമ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നാളത്തേക്ക് കാണാം അല്ലേ? അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്താ ക്ലോസ് ചെയ്തോട്ടെ? വൈൻഡപ്പ് ചെയ്യാമല്ലോ നമുക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നാളെ നൈറ്റ് മാം. കാണാം. താങ്ക് യു. താങ്ക് യു.